ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, നമസ്കാരം. വിഷ്ണു സഹസ്രനാമം നോക്കാം. 751 മുതൽ 760 വരെയുള്ള നാമങ്ങളാണ്. വിഷ്ണു എന്ന് പറയുമ്പോൾ തന്നെ ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണുവാണ് നമ്മളെ കൂടുതലായിട്ടും മനസ്സിൽ ഓർമ്മ വരിക. അപ്പോൾ 4 കൈകളിൽ ആയുധങ്ങളും, അതുപോലെ ശംഖ്, ചക്രം, ഗദ, പത്മം. സുദർശന ചക്രവും ഗദയും, കൗമോദകി എന്ന ഗദയും, പാഞ്ചജന്യം എന്ന ശംഖും, അതുപോലെ താമര. അങ്ങനെ 4 കൈകളിൽ 4 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് തന്നെയാണ്. കാരണം കർമ്മനിരതനായിട്ട് ജീവിക്കണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. കാരണം കർമ്മത്തിലൂന്നിയ ഒരു ജീവിതം, നഹി കശ്ചിത് ക്ഷണമഭി ജാതു തിഷ്ഠതി അകർമ്മകൃത് എന്നാണ്. ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നും കർമ്മനിരതനായി ജീവിക്കുക എന്ന് പറയുമ്പോൾ കർമ്മത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഗദ. അതുപോലെ തന്നെ ഓംകാരത്തിൻ്റെ പ്രതീകമാണ് പാഞ്ചജന്യം. അപ്പോൾ ഓംകാരത്തിലൂടെ നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാം. കഴിവുകളെ വികസിപ്പിക്കുന്നത് നിത്യേന കുറച്ച് സമയത്ത് ഓംകാര ജപമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളിലെ കഴിവുകൾ ഉണരുകയും അയാൾക്ക് തന്നെ അയാളുടെ ആ ഒരു ഉള്ളിലെ ശക്തിയിലേക്ക് അയാൾ ഉയരുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ സുദർശന ചക്രം കാലത്തിൻ്റെ പ്രതീകമാണ്. സുദർശന ചക്രം ഓരോരുത്തരും ഈ കാലത്തിൻ്റെ ആ ഒരു നിയന്ത്രണത്തിലാണ്. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു മോചനമില്ല. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് സുദർശന ചക്രത്തെയും കാണാം. അതുപോലെ തന്നെ പത്മം, താമര സമചിത്തതയുടെ പ്രതീകമാണ്. അപ്പം ഇത്രയും സംഘർഷങ്ങളുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പം നമുക്ക് അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ 3 കാര്യങ്ങൾ. അതായത് കർമ്മത്തിലൂടെയും ഓംകാര ജപത്തിലൂടെ കഴിവുകളെ ഉണർത്തി കർമ്മനിരതനായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കൈവരുന്നതാണ് നാമജപ സംസ്കാരങ്ങളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൈവരുന്ന ഒരു ഗുണമാണ് സമചിത്തത. അപ്പോൾ മനോബലം എന്ന് പറയുമ്പോൾ സമചിത്തതയാണ്. ഏത് അവസ്ഥയിലും ഇളകാതെ നിൽക്കാനുള്ള ഒരു കഴിവ്, ഏത് അവസ്ഥയും നേരിടുവാൻ ഉള്ള ഒരു കഴിവാണ് ശരിക്കും മനുഷ്യൻ നേടിയെടുക്കേണ്ടത്. എന്നാൽ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൊന്നും ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ഡിഗ്രികളൊക്കെ എടുക്കുന്നതിനേക്കാളും എത്രയോ പ്രാധാന്യമുള്ളതാണ് എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നേരിടാനുള്ള ഒരു മനസ്സ് നേടിയെടുക്കുക എന്നത്. അതിൻ്റെ പ്രതീകമാണ് വെള്ളത്തിൽ നിൽക്കുന്ന താമര. അതാണ് ഭഗവാന്റെ ഒരു കയ്യിലുള്ളത്. കാരണം വെള്ളത്തിൽ എത്രയും ചെളിയിലും ഒക്കെ വളരുന്ന താമര, ആ ചെളി കൊണ്ട് ആ താമരയെ നനയ്ക്കാനോ വൃത്തികേടാക്കാനോ കഴിയില്ല. കാരണം ഒന്നും തന്നെ താമര ഇലയിൽ ഒട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഒട്ടലില്ലാതെ ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടെ നൽകുന്നു ആ ഒരു താമര, അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ ആ ഒരു പത്മം. അതാണ് ശംഖചക്രഗദ പത്മധാരിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ. അങ്ങനെ ചതുർബാഹു രൂപത്തെ നമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു 751 മുതൽ ഉള്ള നാമങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം വരുന്ന ശ്ലോകങ്ങൾ: അമാനി മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക് സുമേധാമേധജോ ധന്യ സത്യമേധാ ധരാധരാ തേജോ വൃഷോദിധര സർവശസ്ത്രപദാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 751 മുതൽ 760 വരെയുള്ള നാമങ്ങളുള്ളത്. അപ്പോൾ 751 ത്രിലോകദൃക് എന്ന് പറയും. ത്രിലോകദൃക് 3 ലോകങ്ങളെയും ധരിക്കുന്നവൻ ഭഗവാൻ. അപ്പോൾ 3 ലോകങ്ങൾ പറയുമ്പോൾ നമ്മൾ ഭൂമി, സ്വർഗം, പാതാളം എന്നും പറയാം. അങ്ങനെ പറയുകയാണെങ്കിലും അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഭൂമി, സ്വർഗം, പാതാളത്തിൽ ഉൾപ്പെടുന്നതാണ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അല്ലെങ്കിൽ ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെയും ധരിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് ത്രിലോക ദൃക് എന്ന് പറയുന്നത്. ദൃക്ക് ധരിക്കുന്ന
അപ്പോൾ 3 ലോകങ്ങളെയും ധരിക്കുന്ന ഭഗവാൻ, അല്ലെങ്കിൽ അവിടെ 3 ലോകം എന്ന് പറയുന്നത് മനുഷ്യലോകം, പിതൃലോകം, അതുപോലെ ദേവലോകം എന്നും നമുക്ക് ആ 3 ലോകങ്ങളെ പറയാം. മനുഷ്യലോകം പുത്രനെ കൊണ്ട് സാധിക്കപ്പെടേണ്ടതാണത്ര. അതുകൊണ്ടാണ് പുത്രഭാഗ്യം നമുക്ക് വേണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ മറ്റൊന്നും കൊണ്ടും സാധിക്കപ്പെടേണ്ടതല്ല. പിതൃലോകം കർമ്മം കൊണ്ട് സാധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ദേവലോകം വിദ്യ കൊണ്ട് സാധിക്കപ്പെടേണ്ടതാണ്, അറിവ് കൊണ്ട്. അപ്പോൾ അറിവ് കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദേവലോകം തന്നെയാണ് ശ്രേഷ്ഠമായത് എന്ന് ഉപനിഷത്തുക്കളൊക്കെ പറയുന്നു. ഇനി 752 സുമേധ ശോഭനമായ മേധബുദ്ധി എന്നാണ് അർത്ഥം. അപ്പോൾ ശോഭനമായ എന്ന് പറയുമ്പോൾ നല്ല എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ശോഭനമായ നല്ല ബുദ്ധി എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പര്യായമാണല്ലോ ഭഗവാൻ. അല്ലെങ്കിൽ സത്യസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആനന്ദരൂപനാണ് ഭഗവാൻ എന്ന് പറയാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ രൂപമായ ഭഗവാൻ സൃഷ്ടിയും സ്ഥിതിയും ലയവും അല്ലെങ്കിൽ സംഹാരവും ഭഗവാൻ തന്നെ നടത്തുമ്പോൾ ഇതെല്ലാം ഓർത്തു വയ്ക്കുന്നു ഭഗവാൻ. സൃഷ്ടിയുടെ കാര്യങ്ങൾ, സ്ഥിതിയുടെ കാര്യങ്ങൾ, ലയത്തിൻ്റെ കാര്യങ്ങൾ. ഓരോരുത്തരും എന്ത് ചെയ്യണം, ഓരോരുത്തരും എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ പുല്ലും പുഴുവും അതിന് നിറമെന്ത്, അതിൻ്റെ രൂപമെന്ത്, അതെങ്ങനെയാണ് ആഹാരം കഴിക്കുക, ഇതെല്ലാം ആ ഒരു ശക്തിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെല്ലാം ഓർത്ത് വയ്ക്കുകയും പ്രവർത്തിപ്പിക്കുകയും അതെല്ലാം നിരന്തരം ആവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ജീവി വന്ന് അത് ചത്തുപോയാൽ വീണ്ടും അതുപോലുള്ള പ്രാണി സമൂഹങ്ങൾ ഉണ്ടാവുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അതെല്ലാം ഓർത്ത് വയ്ക്കുന്നു. അതെല്ലാം ഭഗവാന്റെ ആ ഒരു സുമേധസ്സാണ്, ഭഗവാന്റെ ശോഭനമായ ആ ഒരു ബുദ്ധിയാണ് അതിന് കാരണം. ഇനി 753 മേധജഃ, മേധത്തിൽ നിന്ന് ഉൽപ്പന്നമായത്, ജനിച്ചത്. മേധം യാഗം, യാഗത്തിൽ നിന്ന് ഉൽപ്പന്നമായ, യാഗത്തിൽ നിന്ന് ജനിച്ച എന്നർത്ഥമുണ്ട് മേധജ. അപ്പോൾ ഭഗവത് ചൈതന്യത്തെ യാഗാഗ്നിയിലേക്ക് മന്ത്രം കൊണ്ട് ആവാഹിച്ച് ഹവിസ് കൊണ്ട് തൃപ്തിപ്പെടുത്തിയാണ് നമ്മൾ യജ്ഞം നടത്തുന്നത്. യജ്ഞം നടത്തുമ്പോൾ ഒരു യാഗാഗ്നിയിലേക്ക് ഹവിസ് യാഗാഗ്നിയിലേക്ക് മന്ത്രം കൊണ്ട് ആവാഹിച്ച് നമ്മൾ അർപ്പിക്കുന്നു. അങ്ങനെയാണ് യജ്ഞം നടത്തുന്നതല്ലോ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പല അവതാരങ്ങളും ഇങ്ങനെ യജ്ഞഫലമായിട്ടുണ്ടായതാണെന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഒരു യജ്ഞരൂപം തന്നെയാണ്, അതായത് യജ്ഞത്തിൽ നിന്ന് ഉണ്ടായ എന്നാണ് അർത്ഥം. യജ്ഞം, മേധ എന്ന് പറയുമ്പോൾ യജ്ഞം, മേധജ എന്നാണല്ലോ ഈ നാമം. അപ്പോൾ യജ്ഞത്തിൽ നിന്നുണ്ടായ, അങ്ങനെ യജ്ഞത്തിൽ നിന്ന് വന്ന പായസം, പുത്രകാമേഷ്ടി യാഗം നടത്തി അതിൽ യജ്ഞത്തിൽ നിന്ന് വന്ന പായസം ഭക്ഷിച്ചാണ് ശ്രീരാമ അവതാരത്തിൽ കൈകേയിയും അതുപോലെ കൗസല്യ മാതാവും ഒക്കെ അത് കഴിച്ചപ്പോഴാണ് പിന്നെ ശ്രീരാമൻ എന്ന അവതാരം തന്നെ ഉണ്ടായത്. അപ്പോൾ അവതാരം യാഗത്തിൽ നിന്ന് ഉണ്ടായവൻ എന്നർത്ഥം, ഉണ്ടായവൻ എന്നർത്ഥം, ആവിർഭവിച്ചവൻ എന്നും ഭഗവാനെ പറയുന്നു. ഇനി 754 ധന്യ കൃതാർത്ഥൻ എന്നാണ് അർത്ഥം. ഭഗവാൻ തൻ്റെ എല്ലാ ലീലാകർമ്മങ്ങളിലും തൃപ്തനാണ്. ധന്യനാണെന്ന് പറഞ്ഞാൽ തൃപ്തനാണ്, ആ തൃപ്തിയാണ് പറയുന്നത്. ഭഗവാനാണെങ്കിൽ ഒരുപാട് ലീലകൾ ആടുന്നുണ്ടല്ലോ ഇവിടെ. ഈ ലീലകളിലൊക്കെ ഭഗവാൻ തൃപ്തനാണ്. അപ്പോൾ ധനത്തെയും ഐശ്വര്യത്തെയും മംഗളത്തെയും ഒക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നർത്ഥം. ഇനി ധന്യ എന്ന് പറയുമ്പോൾ ധനത്തെ പ്രദാനം ചെയ്യുന്നവനെന്നും പറയാം, അല്ലെങ്കിൽ കൃതാർത്ഥൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഭഗവാൻ തൻ്റെ ലീലകൾ ആടുമ്പോൾ ആ ലീലകളിലൊക്കെ ഭഗവാൻ തൃപ്തനാണ്, അതാണ് അർത്ഥം. 755 സത്യമേധ, സത്യമാകുന്ന മേധയുള്ളവൻ. അപ്പോൾ മേധാബുദ്ധി എന്ന് പറഞ്ഞല്ലോ, ഇവിടെ
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശോഭനമായ മേധ എന്ന് പറഞ്ഞ പോലെ തന്നെ സത്യമായ മേധ, അതിൻ്റെ വേറൊരു ചെറിയ വ്യത്യാസം, അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യമായ മേധയുള്ളവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരിക്കലും പിഴവ് പറ്റാത്ത ബുദ്ധിശക്തിയുള്ള ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും പിഴവ് പറ്റാത്ത മേധാശക്തിയോട് കൂടിയത്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാരായ മനുഷ്യന് തൻ്റെ ബുദ്ധിശക്തി, തനിക്ക് ബുദ്ധിശക്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആ ബുദ്ധിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പാളിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാമല്ലോ. ഇപ്പോൾ നമ്മൾ എത്ര വലിയ റോക്കറ്റ് വിക്ഷേപണങ്ങളും ഒക്കെ നടത്തുമ്പോൾ ISRO ഒക്കെ പലപ്പോഴും അത് പാളിപ്പോയിട്ടില്ലേ ഇതിനു മുമ്പൊക്കെ ഒരുപാട് പ്രാവശ്യം. അപ്പോൾ അതാണ് പറയുന്നത്, എത്രയൊക്കെ ബുദ്ധി ഉണ്ടെങ്കിലും അതിലൊക്കെ ഒരു പാളിച്ച വരാം. എന്നാൽ ഭഗവാന്റെ മേധ സത്യമേധയാണ് ഭഗവാൻ. ഒരിക്കലും പിഴവ് പറ്റാത്ത മേധാശക്തിയാണ് ഭഗവാനുള്ളത്. ഭഗവാന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ എന്തെങ്കിലും ഒരു പിഴവുണ്ടോ? എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കണം, സൂര്യൻ എപ്പോൾ ഉദിക്കണം, സൂര്യൻ എങ്ങനെ അസ്തമിക്കണം, ഇതെല്ലാം ഓരോ പൂക്കളുടെയും നിറങ്ങൾ, മണങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി ആ മേധാശക്തി അതിനൊക്കെ എല്ലാം പ്രദാനം ചെയ്യുന്നു. ഇനി 756 ധരാധര. ധര എന്ന് പറയുമ്പോൾ അവിടെ ഭൂമി, ധരാധരഹ ഭൂമിയെ ധരിക്കുന്ന ഭഗവാൻ. അപ്പോൾ സകല ജീവജാലങ്ങളും ഭൂമിയിലുണ്ടല്ലോ. ഈ ഭൂമിയെ തന്നെ പക്ഷെ ധരിച്ചിരിക്കുന്ന ആദിശേഷ രൂപമായ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇനി 757 തേജോ വൃഷ. തേജസ്സിനെ വൃഷ വർഷിക്കുന്നവൻ, തേജസ്സിനെ വർഷിക്കുന്നവൻ. അതായത് ആദിത്യൻ്റെ രൂപത്തിൽ, സൂര്യൻ്റെ രൂപത്തിൽ തേജസ്സിനെ എല്ലായിടത്തും ഭൂമിയിൽ വർഷിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഭൂമിയിൽ നിന്ന് ജലം നീരാവിയായിട്ട് മുകളിലെത്തുകയും മേഘങ്ങളായിട്ട് പിന്നെ അത് തണുത്ത് അത് വീഴുന്നു മഴയായിട്ട്. അപ്പോൾ ആദിത്യൻ്റെ രൂപത്തിൽ തേജസ് അല്ലെങ്കിൽ ജലത്തെ വർഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് തേജോ വൃഷ, തേജസ്സിനെ വർഷിക്കുന്നവൻ. ഇനി 758 ദ്യുതിധര. ദ്യുതി എന്ന് പറയുമ്പോൾ ശോഭയെ ധരിക്കുന്നവൻ ഭഗവാൻ. അതായത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പുരാണങ്ങളിലും കഥകളിലും വർണ്ണിക്കുന്നുണ്ട്. അത് തേജോ രൂപമായിട്ടാണ് വർണ്ണിക്കുന്നത്. ആ തേജസ്സിന് കാരണമായ പ്രതിഭാസമാണ് ദ്യുതി അല്ലെങ്കിൽ ശോഭ. അപ്പോൾ ഭഗവാൻ ശോഭയെ ധരിക്കുന്നവനാണ്. അപ്പോൾ ഭഗവാൻ പ്രകാശത്തെ ധരിക്കുന്നു, പ്രകാശരൂപമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് 11ാമത്തെ ചാപ്റ്ററിൽ 11ാമത്തെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കിരീടിനം ഗതിനം ചക്രണം ച തേജോരാശിം സർവതോദീപ്തിമന്തം തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവ ഉഗ്രോ പ്രതപന്തി വിഷ്ണോഹോ എന്ന്. അതായത് വിശ്വരൂപ ദർശനത്തിന് അർജുനന് തൻ്റെ വിശ്വരൂപം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. കിരീടിനം ഗതിനം ചക്രിണം ച. കിരീടവും ഗതയും ചക്രവും സുദർശന ചക്രവും ഏന്തിയ ഭഗവാൻ. തേജോരാശിം സർവ്വതോ ദീപ്തിമന്തം. ആ ഒരു ഭഗവാന്റെ തേജസ് എല്ലായിടത്തും പ്രകാശം പരത്തുന്നതായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ ആ ഒരു തേജസ്സിന് കാരണമായ പ്രതിഭാസം ആണ് ദ്യുതി എന്ന് പറയുന്നത്. ദ്യുതി ശോഭ. ആ ശോഭ തന്നെ ധരിക്കുന്നവൻ, ശോഭയെ തന്നെ ഭഗവാനാണ് ധരിച്ചിരിക്കുന്നത്. അതാണ് ദ്യുതിധര. ഇനി 759 സർവശസ്ത്രഭൃതാംബര. എല്ലാ ആയുധധാരികളിലും ശ്രേഷ്ഠനായവൻ ഭഗവാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളൊക്കെ ആയുധധാരികളായിട്ട് നമുക്കറിയാം. വിഷ്ണു ഭഗവാന്റെ ആയുധങ്ങൾ എന്താണ്? കാലസ്വരൂപമായ സുദർശന ചക്രം കാലത്തിൻ്റെ പ്രതീകമാണെന്ന് പറയാം. അപ്പോൾ ഭഗവാൻ കാലരൂപനാണ് അല്ലെങ്കിൽ കാലസ്വരൂപനായിരിക്കെ കാലരൂപമായിട്ടുള്ള ചക്രം, സുദർശന ചക്രം തൻ്റെ കയ്യിൽ ഏന്തിയിരിക്കുന്നു. ഇനി അതുപോലെ ഭൂമിയെ സന്തോഷിപ്പിക്കുന്നതാണ് കൗമോദകി എന്ന ഗദ. അപ്പോൾ ഭൂമിയെ കർമ്മത്തിലൂടെ ഭൂമിയെ എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഭൂമിയെ സന്തോഷിപ്പിച്ചതാണ് നമ്മളെ പല കഥകളിലും. നരകാസുരനെ വധിക്കുക, രാവണവധം, ഇതൊക്കെ. അപ്പോൾ ആ ഒരു ഭഗവാന്റെ കയ്യിലെ ഗദ എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ പ്രതീകമാണ്. കർമ്മം ചെയ്തുകൊണ്ട് അത് യുദ്ധമായാലും എന്തായാലും
ഭൂമിയെ സന്തോഷിപ്പിച്ച ഭഗവാൻ. പിന്നെ അതുപോലെ ശാർഗം എന്ന വില്ല്, പ്രണവം മുഴക്കുന്ന പാഞ്ചജന്യം, ശംഖ്, ഇതൊക്കെ ഭഗവാന്റെ കയ്യിലെ ആഭൂഷണങ്ങളാണ്. ആ ഭൂഷണങ്ങൾ ആയുധങ്ങളാണ് എന്നും പറയാം. ആയുധങ്ങളായിട്ട് ആവശ്യം വരുമ്പോൾ അത് ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അതിനാൽ ഭഗവാന്റെ ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്. അതുകൊണ്ടാണ് സർവ ആയുധങ്ങളും സർവശസ്ത്രഭൃതാം വര എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായ ആയുധങ്ങളോടുകൂടിയ ഭഗവാൻ, എല്ലാ ആയുധധാരികളിലും ശ്രേഷ്ഠനായവൻ. അതാണ് സർവശസ്ത്രഭൃതാം വര. ശസ്ത്രഭൃതാം ആയുധധാരി, വര ശ്രേഷ്ഠനായവൻ, സർവശസ്ത്ര എല്ലാ ആയുധധാരികളിലും ശ്രേഷ്ഠനായവനാണ്. അപ്പോൾ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കെ ഈ ആയുധങ്ങൾ ധരിച്ച എല്ലാ ദേവന്മാരിലും വെച്ച് ഭഗവാൻ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഓരോ കയ്യിൽ ഏന്തിയ ആയുധങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും അത് ഭഗവാന്റെ ഭൂഷണങ്ങളാണ്, അത് അലങ്കാരങ്ങളുമാണ്, അത് ആയുധങ്ങളുമാണ്. അതിനാൽ ഭഗവാന്റെ ശസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ശ്രേഷ്ഠങ്ങളുമാണ് എന്ന് പറയാം. ഇനി 760ാമത്തെ നാമം പ്രകർഷേണ ഗ്രഹിക്കുന്നവൻ. ഇപ്പോൾ ഭക്തന്മാർ സമർപ്പിക്കുന്ന ഉപഹാരങ്ങൾ ഭഗവാൻ പ്രഹർഷേണ ഗ്രഹിക്കുന്നു. അപ്പോൾ ഭക്തൻ തൻ്റെ കഴിവനുസരിച്ച് പലതും ഭഗവാൻ സമർപ്പിക്കുമല്ലോ. അങ്ങനെ സമർപ്പിക്കുന്നതിനെ ഭഗവാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രഹർഷേണ ഗ്രഹിക്കുന്നു എന്ന്. അതുപോലെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കടിഞ്ഞാൺ കൊണ്ടെന്ന പോലെ ബന്ധിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കടിഞ്ഞാൺ കൊണ്ട് ബന്ധിക്കുക, പ്രഗ്രഹ, അതിനെ ബന്ധിപ്പിച്ച് വയ്ക്കുക, അങ്ങനെയും അർത്ഥമുണ്ട്. അപ്പോൾ പലതരം ഇന്ദ്രിയങ്ങളെ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ നിന്നും നമ്മളെ തന്നെ രക്ഷിക്കുന്നു. അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നു ഭഗവാൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ 751 മുതൽ 760 വരെയുള്ള നാമങ്ങൾ. അത് വരുന്ന ഭാഗം മാനീമാനദോ മാന്യോലോ ബസ്വാമി ത്രിലോകദ്രഗ്സുമേധാമേധജോ ധന്യ സത്യമേധാധരാധര തേജോ വൃഷോദിധര സർവശസ്ത്രപഥാംബര. ആ ഭാഗത്ത് പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രഹ നൈകശൃംഗോ ഗതാഗ്രജ, ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ നാമം. 751 മുതൽ 760 വരെയുള്ള നാമം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. നമസ്കാരം. ഓം തത്സത്. നന്ദി.